ആധുനിക ആയുധങ്ങളും മെഷീൻ ഗണ്ണുകളുമായി യുദ്ധത്തിനിറങ്ങിയ ഒരു വമ്പൻ രാജ്യത്തിന്റെ സൈന്യം. അവസാനം ഒരു കൂട്ടം പക്ഷികളോട് തോറ്റു പിന്മാറേണ്ടി വന്ന ഒരു വിചിത്രമായ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോമഡിയല്ല, ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച ഒഫീഷ്യൽ യുദ്ധമാണിത്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. സംഭവം നടക്കുന്നത് 1932 ഓസ്ട്രേലിയയിലാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒട്ടനവധി മുൻ സൈനികർ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ആ വില്ലന്മാർ വരുന്നത്. ഏകദേശം 20,000 വലിയ എമു പക്ഷികൾ. കൂട്ടത്തോടെ വന്ന എമു പക്ഷികൾ അവിടുത്തെ കർഷകരുടെ ഗോതമ്പ് പാടങ്ങൾ എല്ലാം തിന്നു നശിപ്പിക്കാനും വേലികൾ തകർക്കാനും തുടങ്ങി. നമ്മുടെ നാട്ടിൽ കാട്ടുപന്നികളും ആനകളും കൃഷി നശിപ്പിക്കുന്നത് പോലെ അവിടെ എമു പക്ഷികൾ കർഷകരുടെ ഉറക്കം കെടുത്തി. സഹികെട്ട കർഷകർ ഗവൺമെന്റിനോട് സഹായം ചോദിച്ചു. ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി ജോർജ് പിയേഴ്സ് ഇതിനൊരു വിചിത്രമായ വഴി കണ്ടെത്തി: പക്ഷികൾക്കെതിരെ ഒഫീഷ്യലായി യുദ്ധം പ്രഖ്യാപിക്കുക. അദ്ദേഹം മേജർ GPW മെറിഡിത്തിന്റെ നേതൃത്വത്തിൽ 2 സൈനികരെയും 2 ലൂയിസ് മെഷീൻ ഗൺസും 10,000 റൗണ്ട് വെടിയുണ്ടകളുമായി എമു പക്ഷികളെ കൊന്നൊടുക്കാൻ യുദ്ധഭൂമിയിലേക്ക് അയച്ചു. മാധ്യമങ്ങളും ജനങ്ങളും വലിയ ആവേശത്തോടെയാണ് ഈ മിലിറ്ററി ഓപ്പറേഷൻ നോക്കിക്കണ്ടത്. എന്നാൽ മീക്രി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. തോക്കുമായി സൈന്യം അടുത്തു ചെല്ലുമ്പോൾ തന്നെ ഈ പക്ഷികൾ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ പല ദിശകളിലേക്ക് ഓടി രക്ഷപ്പെടും. പക്ഷികളുടെ കമാൻഡർ സൈനികർ പിന്നീട് കുറിച്ചു വെച്ച ഒരു കാര്യമുണ്ട്: ഈ പക്ഷിക്കൂട്ടത്തിൽ ഒരു വലിയ കമാൻഡർ പക്ഷി കാണും. സൈന്യം വരുന്നത് കണ്ടാൽ ഇത് മറ്റ് പക്ഷികൾക്ക് ഒച്ചയുണ്ടാക്കി സിഗ്നൽ കൊടുക്കും. അതോടെ എല്ലാവരും ചിതറിയോടും. വലിപ്പമുള്ള ഈ പക്ഷികളുടെ ശരീരത്തിൽ 1-2 വെടിയുണ്ടകൾ ഏറ്റാൽ പോലും അവ വീഴാതെ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഒരു തവണ ഒരു ട്രക്കിന്റെ മുകളിൽ മെഷീൻ ഗണ്ണും കെട്ടിവെച്ച് പക്ഷികളുടെ പുറകെ ഓടിച്ച് വെടിവെക്കാൻ നോക്കിയെങ്കിലും പക്ഷികളുടെ വേഗതയോടൊപ്പം എത്താൻ ആ വണ്ടിക്കും കഴിഞ്ഞില്ല. ആഴ്ചകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ 10,000 ബുള്ളറ്റ്സ് തീർന്നിട്ടും സൈന്യത്തിന് ആകെ കൊല്ലാൻ കഴിഞ്ഞത് വെറും കുറച്ച് പക്ഷികളെ മാത്രമായിരുന്നു. തങ്ങളുടെ ആധുനിക ആയുധങ്ങൾ വെറും പക്ഷികൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് കണ്ട് നാണക്കേട് ഭയന്ന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒടുവിൽ സൈന്യത്തെ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ ബേർഡ് വാർ എമു പക്ഷികൾ വൻ വിജയത്തോടെ അവസാനിപ്പിച്ചു. യുദ്ധത്തിന് നേതൃത്വം നൽകിയ മേജർ മെറിഡിത്ത് പിന്നീട് തമാശയായി പറഞ്ഞു: നമുക്ക് ഈ എമു പക്ഷികളുടെ ഒരു സൈന്യമുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്തെയും നമ്മൾ സിമ്പിളായി തോൽപ്പിക്കുമെന്ന്. ചുരുക്കത്തിൽ, പ്രകൃതിയോടും അതിലെ ജീവികളോടും യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ മനുഷ്യൻ എത്ര വലിയ ആയുധങ്ങൾ വെച്ചുണ്ടാക്കിയാലും തോറ്റു തൊപ്പിയെടുക്കും എന്നതിന്റെ ഏറ്റവും വലിയ കോമഡി ഉദാഹരണമാണ് ഈ എമു യുദ്ധം. ആധുനിക തോക്കുകളുമായി വന്നിട്ടും മനുഷ്യനെ ഓടിച്ചു വിട്ട ഈ എമു പക്ഷികളുടെ മാസ് ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.